My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 182ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ക്രോട്ടാലസ് ഹൊറിഡസ്. നമ്മൾ നേരത്തെ കണ്ട ലാക്കസിനെ പോലെ പാൻപം വിഷത്തിൽ നിന്നും സംസ്കരിച്ചുണ്ടാക്കുന്ന പൊട്ടൻസൈസ് ഉണ്ടാക്കുന്ന മറ്റൊരു ഔഷധമാണിത്. വളരെ ശക്തമായ, വളരെ പ്രധാനപ്പെട്ട ധാരാളം സിംറ്റംസ് വരുന്നൊരു ഔഷധമാണിത്. പല നിർണായക ഘട്ടങ്ങളിലും വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണ്. ക്രോട്ടാലസിന് പകരം വെക്കാൻ മറ്റൊരു ഔഷധമില്ല എന്നാണ് എനിക്ക് പറയുന്നത്. പകരം വെക്കാൻ മറ്റൊരു ഔഷധമില്ലാത്ത ഒരു ഔഷധം. കുറച്ചെങ്കിലും ചേർന്ന് വരുന്ന മറ്റൊരു ഔഷധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതിന് പകരം വെക്കാൻ പറ്റുന്നില്ല. പൊതുവെ ഹോമിയോപ്പതിക്ക് ഔഷധങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം, എല്ലാം വളരെ യുണീക്കാണ്, ഒന്നിന് പകരം മറ്റൊന്നില്ല എന്നുള്ള വാസ്തവമാണ്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ പാർഷ്യലി സിമിലറായിട്ടുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ക്രോട്ടാലസിന് പകരം മറ്റു ഔഷധമില്ല. വളരെ ഖണ്ഡിതമായിട്ട് കെൻറ്റ് പറയുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം പ്രാധാന്യം അതിനുണ്ടെന്ന് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രമിക്കാം. The first impression would be to rebel against the use of such substances as Crotalus, Lachesis, Epis and other animal poisons. കൂടുതലും ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത്തരം എപ്പിസ്, തേനീച്ച വിഷം, ക്രോട്ടാലസും ലാക്കിസസും പാമ്പിൻ വിഷം, ഇത്തരം ആനിമൽ പോയിസൺസിനെ ഉപയോഗിക്കുന്നതിന് എതിരെ ഉള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വാദം ഉണ്ട്. ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിനും സ്റ്റുഡൻസിനും പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇതിന് എതിരായിട്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ലേ മൈൻഡ് മസ്റ്റ് ലുക്ക് വിത്ത് സംതിങ് ലൈക്ക് ഹൊറർ അപ്പോൺ ദെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ലേ മൈൻഡ്, സാധാരണക്കാരൻ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടും. വിശേഷിച്ചും നമ്മുടെ ലാക്കസുമായിട്ട് ബന്ധപ്പെട്ട് ചില സോഷ്യൽ മീഡിയയിൽ ഞാൻ ചില പോസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കുകയുണ്ടായി, ഈ ഔഷധങ്ങളൊക്കെ വളരെ അപകടകരമല്ലേ? ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പാമ്പൻ വിഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോസ് തെറ്റിപ്പോയാൽ, തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കില്ലേ? ഹോമിയോപ്പതിക് പ്രിപ്പറേഷനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മൾ കഴിവതും അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക എന്നതേ ഉള്ളൂ. ബട്ട് വെൻ ദേ ആർ പ്രോപ്പർലി യൂസ്ഡ് ആൻഡ് വെൻ വി കൺസിഡർ ദ ഡ്രെഡ്ഫുൾനെസ് ഓഫ് ദ നെസസിറ്റി ഡിമാൻഡിങ് ദം, ഈ ഔഷധങ്ങളെ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളുടെ ഭയാനകത, എപ്പിസ് നമ്മൾ കണ്ടു, ലാക്കസ് നമ്മൾ കണ്ടു, എത്രമാത്രം പ്രയാസകരമായ, ഒരു പ്രാക്ടീഷണറെയും മറ്റുമൊക്കെ ഭയപ്പെടുത്തി കളയുന്ന ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ ഉപയോഗം. ആ സാഹചര്യങ്ങളുടെ ഭയാനകതയെ പരിഗണിക്കുമ്പോൾ അത്തരം ഔഷധങ്ങളുടെ ആവശ്യം വേണ്ടി വരും. ആൻഡ് ഓൾസോ വെൻ യു ഹാവ് അസർട്ടൈൻ ദാറ്റ് there can be no substitute when demanded. ഇനി മറ്റൊരു ക്ലോസ്, ഇതിന് പകരം വെക്കാൻ മറ്റൊരു ഔഷധം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ പരിഗണിക്കുമ്പോൾ, ക്രോട്ടാലസിനെ കുറിച്ച് പിന്നീട് കണ്ടത് വിശദീകരിക്കുന്നുണ്ട്. പകരം വെക്കാൻ പറ്റുന്നില്ല. എപ്പിസിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ചില സമയങ്ങളിൽ എപ്പിസിന് പകരം എന്ത് വെക്കും? തേനീച്ച കുത്തേറ്റ് മാരകാവസ്ഥയിലായ ഒരാളുടെ അവസ്ഥ പലപ്പോഴും പത്രവാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്. പലരും മരിച്ചുപോയി, ചില ആഴ്ചകളോളം മെഡിക്കൽ കോളേജുകളൊക്കെ പോയി കിടന്ന് നിരവധി ഡയാലിസുകൾക്ക് വിധേയരായി. ഒരു ഡ്രെഡ്ഫുൾ കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചികിത്സ കിട്ടാൻ ഇപ്പോൾ നമ്മുടെ മലമ്പ്രദേശങ്ങളിൽ, കുടിയേറ്റ പ്രദേശങ്ങൾ, പണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നൊരു പുസ്തകം, ഒരു ജീവചരിത്രം, അതിലൊരു കുടിയേറ്റത്തിൻ്റെ ഒരു എപ്പിസോഡ് അതിൽ വരുന്നുണ്ട്. ആ കുടിയേറ്റ പ്രദേശം, അതായത് നമ്മുടെ ഇടുക്കി പ്രദേശത്തുള്ള കുടിയേറ്റം, തങ്കമണിയുള്ള കുടിയേറ്റത്തെക്കുറിച്ച് ആ ജീവചരിത്രത്തിലെ കഥാപുരുഷൻ്റെ പിതാവ് പോയത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കുടിയേറ്റ മേഖലയിലേക്ക് ബസ്സിന് പോയി പിന്നീട് കാൽനടയായി മല കയറി ചെല്ലുന്ന പ്രദേശം തങ്കമണി. ഇന്നിപ്പോൾ ബസ്സുകളുണ്ട്, ഇതൊരു 100 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അന്ന് എന്തുണ്ട്, അന്ന് അവർക്ക് സഹായമായിട്ട് പോയത് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ആ ഹോമിയോപ്പതി ഡോക്ടർ പോയിട്ട് ആ കുടിയേറ്റക്കാരുടെ ഇടയിൽ പോയി താമസിച്ചു, ഒരു കുടിലിൽ താമസിച്ചു. പലപ്പോഴും ഏറെമാടത്ത് താമസിക്കണം. ഈ എപ്പിസും ബെൽഡോണയും അതേപോലുള്ള മലമ്പനിക്കുള്ള ഔഷധങ്ങളും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നിരുന്നത്. അപ്പോൾ അവിടെ ഒരാൾക്ക് തേനീച്ച കടിയൊക്കെ സാധാരണമാണ്. അവർക്ക് എന്ത് ചികിത്സ കിട്ടുന്നു? കോട്ടയത്തൊന്നും മെഡിക്കൽ കോളേജില്ല.
താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കോട്ടയം പ്രദേശത്തൊക്കെ വരേണ്ടി വരും. കോട്ടയത്തോ പാലായിലോ എവിടെയെങ്കിലുമൊക്കെ വരണം ഒരു ചികിത്സയ്ക്ക്. അവിടെ തന്നെ ഒരാൾ ഈ കഥാപുരുഷൻ്റെ പിതാവിൻ്റെ മടിയിൽ കിടന്ന് ഒരാൾ മരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. മരം വെട്ടാൻ മേലെ കയറിയതാണ്, മരത്തിൽ നിന്ന് താഴെ വീണു എന്ത് ചെയ്യും? അയാളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര വേഗത്തിൽ താഴെ എത്തിച്ചാലും അയാൾ രക്ഷപ്പെടില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ഈ ആളും പറഞ്ഞു എന്നെ കൊണ്ടുപോകണ്ട. ഈ പറയുന്ന സുഹൃത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മടിയിൽ കിടന്ന് കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചിട്ട് മരിക്കുകയും ചെയ്തത്. അപ്പോൾ ആ സമയത്തൊരു ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഒരു ഹോമിയോപാത്ത് അങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം ഡിഗ്രിയുള്ള ആളൊന്നുമല്ല, പഴയ ട്രാവലിംഗ് ഹോമിയോപാത്സ് ഉണ്ടല്ലോ. ഈ ഒരു മരണം അറിഞ്ഞ പിന്നെയാണ് പോകുന്നത് അങ്ങോട്ട്. അപ്പം അങ്ങനെ വീഴുന്ന ഒരാൾക്ക് ഒരു ഡോസ് ആർണിക്ക് കൊടുക്കാം, ഒരു ഡോസ് ആർണിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ചുവന്നുകൊണ്ട് വേണമെങ്കിൽ വരാം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഓപ്ഷൻ കൊടുക്കാം, താഴെ ഒരു ആശുപത്രിയിൽ എത്തിക്കാം. ഒരു സർജിക്കൽ മാനേജ്മെൻറ്റ് വേണ്ടുന്നൊരു കേസാണത്. അപ്പോൾ അങ്ങനെ ഒരു ഹോമിയോപാത്താണ് അവിടെ ചെന്നത്. അപ്പോൾ ഇതേപോലുള്ള ഹൊറിബിളായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നതാണ് ഭയാനകമായ സാഹചര്യങ്ങൾ. ഇന്നിപ്പോൾ മുക്കിന് ആശുപത്രികളും മറ്റൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ സാഹചര്യം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള മനുഷ്യവാസ പ്രദേശങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, കേരളത്തിലുണ്ട്. അവിടെയൊക്കെ ഇത്തരം ഔഷധങ്ങൾക്കും ഹോമിയോപാത്തിനും വലിയ വിലയാണുള്ളത്. ആൻഡ് അഗെയിൻ ദാറ്റ് ദേ ആർ പൊട്ടൻസൈസ്ഡ് ആൻഡ് ചേഞ്ച്ഡ് അണ്ടിൽ ദേ ആർ പെർഫെക്റ്റ്ലി പ്യുവർ. അത് പൊട്ടൻസൈസ് ചെയ്യുന്നു, അത് സമ്പൂർണ്ണ പരിശുദ്ധമാകുന്നതുവരെ അതിനെ പൊട്ടൻസൈസ് ചെയ്യുന്നു. സമ്പൂർണ്ണ ശുദ്ധമാകുന്നത് വെച്ചാൽ നമ്മൾ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന പോയിസണസ് മോളിക്യൂൾസ് ഒന്നുമില്ലാത്തൊരവസ്ഥയോളം അതിനെ നേർപ്പിക്കുകയും അതിനെ സക്കസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധമായി. അപ്പം എൻ്റെ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഹോമിയോപ്പതിയുടെ ഒരു പ്രിൻസിപ്പിളാണ് പറഞ്ഞു വരുന്നത്. ആ മെഡിസിൻ പ്രിപ്പറേഷനും ആ ഒരു ഫാർമസിയും മെറ്റീരിയ മെഡിക്കയും ഹോമിയോപ്പതി ഫിലോസഫി എല്ലാം ചേർത്ത് അദ്ദേഹത്തിൻ്റെ വളരെ തനതായ ആ മനോഹര ഭാഷയിൽ അദ്ദേഹം പറയുകയാണ്. പെർഫെക്റ്റ്ലി പ്യുവർ, ചേഞ്ച് അണ്ടിൽ ദേ ആർ പെർഫെക്റ്റ്ലി പ്യുവർ. അതായത് പൊട്ടൻസൈസേഷൻ ബിക്കോസ് റെഡ്യൂസ് ടു എ സൈസ് ഓഫ് സിമ്പിൾ സബ്സ്റ്റൻസ്. വീണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ പെർഫെക്റ്റ്ലി പ്യുവർ എന്ന് പറയുന്നത്? റെഡ്യൂസ് ടു എ സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ സബ്സ്റ്റൻസ്. സിമ്പിൾ സബ്സ്റ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സിമ്പിൾ സബ്സ്റ്റൻസ് അതിൻ്റെ മെറ്റീരിയൽ സബ്സ്റ്റൻസ് അല്ല. മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണ് ഈ ക്രോട്ടാലസിലും ലാക്ടോസിസിലും ബെൽഡോണയിലും സൾഫറിലും എന്തായാലും ആ വിഷം, ആ മോളിക്യൂള്, ആ മദർ ടിങ്ചറുള്ള മോളിക്യൂള് അത് പോയിട്ട് ആ ഒരു അവസ്ഥ, മെറ്റീരിയൽ അവസ്ഥ പോയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സിമ്പിൾ സബ്സ്റ്റൻസ്, അതിൻ്റെ ഹീലിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്യൂൾസ് അല്ല. ഈ പ്രോസസ് ഓഫ് പൊട്ടൻസൈസേഷനിൽ അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവോൾവ് ചെയ്യുന്ന ഹീലിംഗ് പവർ, ക്യൂറേറ്റീവ് ഫോഴ്സ്, ആ ക്യൂറേറ്റീവ് ഫോഴ്സ് അതാണ് ആ സിമ്പിൾ സബ്സ്റ്റൻസ്. നമ്മുടെ ഗ്രേറ്റ് മാസ്റ്റർ സാമുൽ ഹനിമാൻ ഈ സിമ്പിൾ സബ്സ്റ്റൻസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഓർഗനിൽ പറയുന്നുണ്ട്. അത് ഏത് അഫറിസമെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതൊക്കെ വായിച്ച് ഞാനിങ്ങനെ ആവേശം കൊണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. സിമ്പിൾ സബ്സ്റ്റൻസ്, ഇതൊരു ഫിസിക്സ് വിദ്യാർത്ഥി എന്ന രീതിയിൽ ആ സിമ്പിൾ സബ്സ്റ്റൻസിനെ എനിക്കത് സങ്കല്പിക്കാൻ, എൻ്റെ മനസ്സിൽ കാണാൻ എനിക്ക് സാധിച്ചിരുന്നു. ആ സിമ്പിൾ സബ്സ്റ്റൻസ്, ആ ശാസ്ത്രത്തിൻ്റെ മെൻസുറേഷൻ ടെക്നിക്സിനൊക്കെ ഉപരിയായിട്ടുള്ള ആ സിമ്പിൾ സബ്സ്റ്റൻസ് ഇവോൾവ് ചെയ്യുവോളം അതിനെ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെയാ ദ ഹൊറർ പാസസ് അവേ. ആ ഒരു കണ്ടീഷനിൽ നേരത്തെ പറഞ്ഞ ആ ഭയാനകത അത് കടന്നു പോകുന്നു. ദ ഹൊറർ പാസസ് അവേ ഫ്രം ദ മൈൻഡ്. ആ ലേ പേഴ്സൻ്റെ മനസ്സിൽ നിന്നും ആ ഭയാനകത നീങ്ങിപ്പോകുന്നു. അപ്പം കെൻ്റ് ഇവിടെ ഇത് പറയുന്നത് പൊതുവെ ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവർക്ക് ഹോമിയോപ്പതി ഔഷധങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ മാത്രമല്ല, ഈ സ്റ്റുഡൻസിന്, അദ്ദേഹം സ്റ്റുഡൻസിന് കൊടുത്ത ക്ലാസ്സാണ്, ലെക്ചറാണിത്. ആ സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പോകാനും ആ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസിനെ, ആ ഹോമിയോപ്പതിക് ഔഷധങ്ങളുടെ ആ എവല്യൂഷനെ, അതിനെ ഈ ക്രോട്ടാലസിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാനും അവരുടെ മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു. നോക്കുക, ഇതിൽ മെറ്റീരിയ മെഡിക്കയുണ്ട്, ഫാർമസിയുണ്ട്, ഫിലോസഫിയുണ്ട്, എല്ലാം ഉണ്ട്.
It is true that the diseases that call for the use of such substances as crotalus are very grave. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ക്രോട്ടാലസ് പോലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ക്രോട്ടാലസ് പോലെ പദാർത്ഥങ്ങളിൽ നിന്നും നമ്മൾ സംസ്കരിച്ചെടുക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വളരെ ഗ്രേവാണ്, വളരെ മാരകമാണ്, ഒരു മാരകമായിട്ടുള്ള അവസരം. When at the bedside of a crotalus patient, one feels that death is very near. ക്രോട്ടാലസ് പേഷ്യൻറ്റിൻ്റെ കിടക്കക്കരികിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകും മരണം ഇതാ അടുത്തെത്തിയിരിക്കുന്നു, മരണം വാതിൽപ്പടിയിലുണ്ട്. നോക്കുക, അത്രത്തോളം ഹൊറിബിളായിട്ടൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻസിന് മരണം പടിവാതിൽക്ക് നിൽക്കുന്ന അത്തരം അവസ്ഥകളിലാണ് നമ്മളുടെ ക്രോട്ടാലസ് പോലുള്ള ഔഷധങ്ങൾ, ഹോമിയോപ്പതിയുടെ ഒത്തിരി ഇതേപോലുള്ള ഔഷധങ്ങൾ ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറുടെ കയ്യിലൂടെ ആ മരണത്തെ അകറ്റിക്കളയുന്നത്, ആ ജീവനെ വീണ്ടും റീകൈൻഡിൽ ചെയ്യിക്കുന്നത്. ദ സബ്ജക്റ്റ് ഈസ് ഹൊറിബിൾ ടു ലുക്ക് അപ്പോൺ. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആ രോഗി, ഹൊറിബിൾ ടു ലുക്ക്, അയാളെ കണ്ടു നിൽക്കുക എന്നുള്ളത് അതുതന്നെ ഭയപ്പെടുന്ന ഒരു അനുഭവമാണ്. ആ രോഗാവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല. ആൻഡ് ദ മദർ ഇൻ റിഗാർഡ് ടു ഹെർ ചൈൽഡ് ഓർ ദ ഹസ്ബൻഡ് വുഡ് ഇമ്മീഡിയറ്റ്ലി സേ. അപ്പോൾ ഒരു കുട്ടിക്കാണ് അസുഖമെങ്കിൽ ആ കുട്ടിയുടെ അമ്മ, ഒരു ഭാര്യയ്ക്കാണ്, ഒരു സ്ത്രീക്കാണ് അസുഖമെങ്കിൽ അവരുടെ ഭർത്താവ്, അവർ വളരെ പെട്ടെന്ന് തന്നെ പറയും, ഡോക്ടർ യൂസ് എനിത്തിങ് ഇൻ ഓർഡർ ടു സേവ് ദ ലൈഫ്. ഡോക്ടറെ ആ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യുക. റിസോർട്ട് എനിത്തിങ് ഇൻ ഓർഡർ ടു ഹീൽ ദ സിക്ക് വൺ. ഈ രോഗിയെ സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുക. അത്രത്തോളം ഹൊറിബിൾ കണ്ടീഷനാണ്. അപ്പം അത്തരം ഹൊറിബിൾ കണ്ടീഷനെ ഡീൽ ചെയ്യാൻ ഇത്തരം ഹൊറിബിൾ സബ്സ്റ്റൻസിൽ നിന്നും ഉണ്ടാക്കുന്ന ഹീലിംഗ് സബ്സ്റ്റൻസസ് ഔഷധങ്ങൾ വേണം. അവയിലൊന്നാണ് ക്രോട്ടാലസ്. നേരത്തെ പഠിച്ച ലാക്കസും എപ്പിസും ഒക്കെ ആ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ്. ദ സിംറ്റംസ് ആർ പെക്യുലർ ഇൻ ക്രോട്ടാലസ്. ക്രോട്ടാലസിലെ ലക്ഷണങ്ങൾ വളരെ പെക്യുലർ സിംറ്റംസ് ആണ്. ദ റെമഡി സ്റ്റാൻഡ്സ് ഔട്ട് ബൈ ഇറ്റ് സെൽഫ്. ആ ഔഷധം അതിന് തനതായ ഒരു നിലനിൽപ്പ് നമ്മളുടെ ചികിത്സാലോകത്ത് മെറ്റീരിയാമെഡിക്കലുണ്ട്. ദർ ക്യാൻ ബി നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്. അതിന് പകരം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇതിന് പകരം വെക്കാൻ ഒന്നുമില്ല, ക്രോട്ടാലസിന് പകരം വെക്കാൻ ഒന്നുമില്ല. ആസ് ദർ ഇസ് നോ അതർ റെമഡി ടേക്കൻ ആസ് എ വോൾ ദാറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്. മൊത്തത്തിലെടുക്കുമ്പോൾ ക്രോട്ടാലസിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു ഔഷധം ഇല്ല. എല്ലാ മരുന്നുകളെക്കുറിച്ചും അത് ശരിയാണ്, എങ്കിലും ഇതുപോലെ പല മരുന്നുകളും നമുക്ക് പെട്ടെന്ന് ഡോക്ടറുടെ അതില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ തൽക്കാലം മറ്റൊന്ന് ഒരു അക്യൂട്ട് സാധനം കൊടുക്കുകയോ. പക്ഷെ ക്രോട്ടാലസിൻ്റെ കാര്യത്തിൽ അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ഇനി എന്തെങ്കിലും ഒരു വിദൂര ഛായ ഉണ്ടെങ്കിൽ എന്താണെന്ന് എൻ്റെ പറയുന്നുണ്ട്. ദ അതർ സ്നേക്ക് പോയ്സൺസ് ഫോം ദ നിയറസ്റ്റ് റിസംബിൾസ്. മറ്റ് പാമ്പൻ വിഷങ്ങളാണ് ഏറ്റവും അടുത്ത ഒരു സാദൃശ്യം കാണിക്കുന്നത്. ബട്ട് ദിസ് വൺ ഈസ് ദ മോസ്റ്റ് ഡെഡ്ഫുൾ ഓഫ് ഓൾ. ഈ പാമ്പൻ വിഷങ്ങളിൽ വെച്ച് ഏറ്റവും ഭയാനകം ക്രോട്ടാലസ് ആണ്, ഏറ്റവും ഭയാനകം. പക്ഷേ ഈ ക്രോട്ടാലസ് എന്നുള്ള പാമ്പിൻ്റെ നമ്മളെ അണലി വർഗത്തിൽപ്പെട്ടൊരു പാമ്പാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്, തെക്കേ അമേരിക്കയുടെ ഭാഗങ്ങളിലാണ് ഇതുള്ളത്. പക്ഷെ അതിൻ്റെ വിഷം, ആ ആസിഡീസ് അത്രക്ക് മാരകമല്ലെന്നാണ് ഈ അധ്യായം പരിഗണിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ US ഡോക്ടർമാരുടെ സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ ഈ വിഷയത്തെ ചോദിച്ചായിരുന്നു. ക്രോട്ടാലസിൻ്റെ വിഷം ക്രോട്ടാലസ് കടിച്ചു കഴിഞ്ഞാൽ അത്രക്ക് മാരകമല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. ബട്ട് ദിസ് വൺ ഈസ് ദ മോസ്റ്റ് ഡെഡ്ഫുൾ ഓഫ് ആൾ, എക്സെപ്റ്റിംഗ് പെർഹാപ്സ് ദ ആൻസിസ്ട്രോം കൺട്രോട്രിക്സ്. മറ്റൊരു തരം പാമ്പാണത്, ഇവിടെ അണലി വംശത്തിൽപ്പെട്ട ഇതുപോലുള്ള ഒരു പാമ്പാണത്. ആൻസിസ്ട്രോഡോൺ കോണ്ടോട്രിക്സ്, ഇങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ഔഷധമാണ്. അതാണ് കുറച്ചുകൂടി സാദൃശ്യമുള്ളത്. ഇൻ ദ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്സ് വി ഗെറ്റ് ദ മോസ്റ്റ് ഡയർ എഫക്ട്സ്. വി സി ഡെത്ത് ഇറ്റ് സെൽഫ്. സർപ്പദംശത്തിൽ നമ്മൾ മരണം തന്നെ മുന്നിൽ കാണും. വി സി ദ എൻഡിങ് ആഫ്റ്റർ എ വെരി റാപ്പിഡ് കോഴ്സ്, ദ വെരി ഹയസ്റ്റ് ടൈപ്പ് ഓഫ് സൈമോസിസ്. വളരെ വേഗത്തിലുള്ള ഒരു പരിണാമം, ആ ആരോഗ്യാവസ്ഥയുടെ ഒരു പരിണാമം വളരെ വേഗത്തിൽ. സൈമോസിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഓർഗൻസിൻ്റെ, വൈറ്റൽ ഓർഗൻസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ, അതിൻ്റെ ഒരു പഴയ പേരാണ് ഈ സൈമോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥ, ഹയർ സ്റ്റേറ്റ് ഓഫ് സൈമോസിസ്. These snake poisons are supposed to be cyanhydrates of soda and other salt. സോഡിയത്തിൻ്റെയും മറ്റ് സോൾട്സിൻ്റെയും സയൻഹൈഡ്രേറ്റ്സ്,
സൈൻഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ സയനൈഡ് വരുന്നുണ്ട്, CN റാഡിക്കൽ വരുന്നുണ്ട്, അസിഡിക് റാഡിക്കൽ വരുന്നുണ്ട്, OHും CN റാഡിക്കലും വരുന്നുണ്ട്. വളരെ മാരകമാണ്. ഇറ്റ്സ് നോൺ ദാറ്റ് ആൽക്കഹോൾ ഈസ് ദ നാച്ചുറൽ സോളവന്റ് ഓഫ് ദ സൈൻഹൈഡ്രേറ്റ്സ്. അപ്പം ഇത്തരം സയനൈഡും ഹൈഡ്രേറ്റും ചേർന്ന വിഷങ്ങളുടെ സ്വാഭാവിക സോൾവെന്റ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ആൽക്കഹോൾ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഇൻ സ്നേക്ക് ബൈറ്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ഫ്രീക്വൻ്റ്ലി പ്രൊലോങ്ഡ് ആൻഡ് ഈവൻ സേവ്ഡ് ലൈഫ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ജീവൻ രക്ഷിക്കപ്പെടും, ചിലപ്പോൾ ജീവൻ കുറച്ചുകൂടി നീണ്ടു കിട്ടും. ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ക്രോട്ടാലസിൻ്റെ ഒക്കെ സിംറ്റംസ്, ചില സിംറ്റംസ് അങ്ങനെ കിട്ടിയതാണ്. ഇഫ് ഹി ലിവ്സ് ത്രൂ ദ വയലന്റ് അറ്റാക്ക് ഹി ഗോസ് ഓൺ ഫോർ എവർ മാനിഫെസ്റ്റിംഗ് ദ ക്രോണിക് എഫക്ട്സ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ ക്രോണിക് എഫക്ട്സിന് അയാളുടെ ആയുഷ്കാലം മുഴുവൻ അയാൾ കാണിക്കും. ആൻഡ് ഫ്രം ദീസ് വി ഹാവ് കളക്റ്റഡ് സിംറ്റംസ്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഈ സിംറ്റംസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, ക്രോട്ടാലസിൻ്റെ ഉള്ള ലക്ഷണങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഇനി മൃഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഡോഗ്സ് ദാറ്റ് ഹാവ് ബീൻ ബിറ്റൺ മാനിഫെസ്റ്റഡ് ദ ക്രോണിക് എഫക്ട്സ് ഓഫ് റാറ്റിൽ സ്നേക്ക് ബൈറ്റ്സ്. ഈ റാറ്റിൽ സ്നേക്ക്, ഈ ക്രോട്ടാലസ് പോലുള്ള പാമ്പുകൾ, അത് കടിച്ച നായ്ക്കൾ, ആൻഡ് ഇൻ ദ പെക്യുലിയർ പീരിയോഡിസിറ്റി ഹാസ് ബീൻ മാനിഫെസ്റ്റഡ്. ഒരു പ്രത്യേക ഒരു സവിശേഷമായിട്ടുള്ള ഒരു പീരിയോഡിസിറ്റി, പ്രത്യേക കാലയളവുകളിൽ അത് ഈ ലക്ഷണങ്ങൾ പുറത്തു വരുന്ന അവസ്ഥ. അതെന്താണ്? എവറി സ്പ്രിംഗ് ആസ് ദ കോൾഡ് വെതർ സബ്സൈഡ്സ് ആൻഡ് ദ വാം ഡേയ്സ് ബിഗിൻ. തണുത്ത കാലം കഴിഞ്ഞിട്ട് ചൂടുള്ള കാലാവസ്ഥ ആരംഭിക്കുമ്പോൾ നമ്മൾ ലാക്ടസിൽ കണ്ട പോലെ തന്നെ ആ ഒരു സമയത്ത് ഈ കടികൊണ്ട ഭാഗത്ത് ആ വ്രണങ്ങൾ വീണ്ടും പുറത്തു വരും. ഒരു പെക്യുലിയർ പീരിയോഡിസിറ്റി, വളരെ സവിശേഷമായ ഒരു പീരിയോഡിസിറ്റി. I once had the privilege of tracing up a dog that had been bitten by the kangaroos and had survived. അപ്പോൾ ഇങ്ങനെ കാംഗ്രസ് എന്ന് പറയുന്ന ഈ വംശത്തിൽപ്പെട്ട ഒരു പാമ്പ്, യാണറി വംശത്തിൽപ്പെട്ട ഒരു പാമ്പ് കടിച്ച ഒരു നായയെ അതിനെ പിന്തുടർന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം, ഒരു ഭാഗ്യം തനിക്കുണ്ടായെന്ന് കണ്ടു പറയുകയാണ്. ഇറ്റ് വാസ് ബിറ്റൺ ഇൻ ദ റീജിയൻ ഓഫ് ദ നെക്ക്. കഴുത്തിൻ്റെ ഭാഗത്താണ് കടി കിട്ടിയത്. ആൻഡ് ഇൻ ദറ്റ് റീജിയൻ എ ലാർജ് ആബ്സസ് ഫോംഡ് എവറി സ്പ്രിംഗ് ആസ് ലോങ് ആസ് ദ ഡോഗ് ലിവ്ഡ്. ആ നായ ജീവിച്ചിരുന്നോളം കാലം ഈ ഒരു കാലാവസ്ഥയിൽ, തണുപ്പ് മാറിയിട്ട് ചൂട് വരുന്ന കാലാവസ്ഥയിൽ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു പഴുപ്പ് ഡെവലപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് റീജിയൻ അണ്ടിൽ ഓൾഡ് ഏജ് വെൻ ഹി ഡൈഡ് ഫ്രം ദാറ്റ് ഡിസീസ്. അത് വാർദ്ധക്യം വരെ ആ നായ അങ്ങനെ ജീവിച്ചു. അവസാനം ആ വാർദ്ധക്യത്തിൽ ഇതേപോലെ പഴുപ്പ് വന്നപ്പോൾ ആ പഴുപ്പ് കാരണം മരിച്ചും പോയി. ദ പീരിയോഡിസിറ്റി ഇൻ ദ സ്നേക്ക് പോയ്സൺ ഈസ് റിലേറ്റഡ് ടു ദ സ്പ്രിംഗ്. ഈ പാമ്പൻ വിഷങ്ങളുടെ ആവർത്തന സ്വഭാവം, പീരിയോഡിസിറ്റി ഈ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. സ്പ്രിങ് നമ്മൾ നേരത്തെ കണ്ടു, ആ കാലാവസ്ഥ കേരളത്തിൽ അങ്ങനെ കാണാത്തതാണ്. അതൊന്ന് വിശദീകരിച്ച് എൻ്റെ ഇതിൽ പറയുന്നുണ്ട്. ദ കമ്മിങ് ഓൺ ഓഫ് ദ വാം വെതർ, തണുപ്പ് മാറിയിട്ട് ചൂട് കാലാവസ്ഥ വരുന്ന ഒരു സമയം, ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയം. അനദർ മാർക്ക്ഡ് ജനറൽ ഫീച്ചർ ഇൻ ക്രോട്ടാലസ് ആസ് ഇൻ മോസ്റ്റ് ഓഫ് ദ അതർ ഒഫീഡിയൻസ് ഇസ് ദാറ്റ് ദ പേഷ്യൻറ്റ് സ്ലീപ്സ് ഇൻ ടു ദ അഗ്രവേഷൻ. അപ്പോൾ സർപ്പകുളത്തിൽപ്പെട്ട മറ്റ് മിക്ക ഔഷധങ്ങളുടെയും ഒരു പൊതു സ്വഭാവം ക്രോട്ടാലസിന് അതുണ്ട്. അത് നമ്മൾ നേരത്തെ ലാക്ടസിൽ കണ്ടതാണ്. കാരണം ഈ പുസ്തകത്തിൽ ലാക്ടസിന് മുമ്പാണ് ഇത് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ ലാക്ടസ് നേരത്തെ കണ്ടുപോയതാണ്. ഈ സ്പ്രിങ്ങിനെ കുറിച്ചും കെൻഡിയോടെ വിശദീകരിക്കുന്നതുകൊണ്ടാണ് ലാക്ടസിൽ പറയാതെ പോയത്. പക്ഷെ ലാക്ടസിൽ ഞാനത് വിശദീകരിക്കുകയുണ്ടായി. ഈ സർപ്പകുലത്തിൽപ്പെട്ട ഈ ഔഷധങ്ങളുടെ ഒരു ജനറൽ, വളരെ മാർക്ക്ഡ് ജനറൽ എന്നാണ് പറയുന്നത്. എന്താ? സ്ലീപ്സ് ഇൻ ടു ദ അഗ്രവേഷൻ. ഉറങ്ങി അഗ്രവേഷനിലേക്ക് പോകുന്നു. അതേ ഉറങ്ങുമ്പോൾ ശമനം കിട്ടുന്നതിന് പകരം നമ്മൾ ലാക്ടസിൽ കണ്ട പോലെ ഉറക്കം കൂടുന്തോറും അതിൻ്റെ അഗ്രവേഷൻ കൂടും. ഇവിടെ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. The poison of the Crotalus horridus in its earliest manifestations is like unto the zymotic changes that we find in scarlet fever, in diphtheria, in typhoid and low forms of blood poisoning. അപ്പോൾ ക്രോട്ടാലസ് ഹൊറിഡസിൻ്റെ ഈ പോയിസൻ്റെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രകടനം, ഏർലിയസ്റ്റ് മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രാഥമികമായ പ്രകടനം, അതിന് സാമ്യമായിട്ട് എന്താ കാണുന്നത്? ഈ സ്കാർലറ്റ് ഫീവറിൽ, ഡിഫ്തീരിയയിൽ,
ടൈഫോയിഡിൽ ഈ ബ്ലഡ് പോയ്സണിങ്, രക്തത്തിൽ വിഷബാധ ഉണ്ടാകുന്ന വളരെ ലോ ഫോംസ്, അതിൻ്റെ മാരകമായ അവസ്ഥയിലൊക്കെ നമ്മൾ ഈ സൈമോട്ടിക് ചേഞ്ചസ്, അതിൻ്റെ ഒരു രക്തത്തിൽ വരുന്ന മാറ്റം, അതിൻ്റെ ഒരു ഓർഗാനിക് ചേഞ്ചസ് ഈ ക്രോട്ടാലസ് ഹോറിഡസിൻ്റെ പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇത് തെറാപ്യൂട്ടിക് യൂസ് ഉണ്ടെന്നർത്ഥം. ദോസ് കേസസ് ദാറ്റ് കം ഓൺ വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗം വരുന്നു. ബ്രേക്കിംഗ് ഡൗൺ ദ ബ്ലഡ്, രക്തത്തെ അതിങ്ങനെ വിഘടിപ്പിച്ച് കളയുന്നു. ഇപ്പോൾ പൊട്ടാസ്യം സൈനറ്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ സെക്കൻഡറി ഡിഗ്രിക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിച്ചത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു എറണാകുളത്തെ കൊച്ചിൻ കോളേജിൽ. അദ്ദേഹം ഇതേപോലെ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അതിൽ ഓരോ കോമ്പൗണ്ടിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളെ അനുഭവത്തിൽ, നമ്മുടെ പ്രകൃതിയിൽ എന്താണെന്ന് പറയുമായിരുന്നു. പൊട്ടാസ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അതിന് രക്തത്തിലുള്ള അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, രക്തത്തിൽ വരുന്ന അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കൊയാഗുലേഷൻ സംഭവിക്കാം, ചിലപ്പോൾ ഡീകമ്പോസിഷൻ സംഭവിക്കാം. കൊയാഗുലേഷൻ ഒരു തരം ഡീകമ്പോസിഷനാണ്. കൊയാഗുലേഷൻ സംഭവിച്ച് ഇതെല്ലാം കട്ടകട്ടയായിട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ആ ഫ്ലൂയിഡ് പാർട്ട് മാത്രം, വാട്ടർ കോമ്പണൻറ്റ് മാത്രം ബാക്കി വരുന്നു, ഡീകമ്പോസിഷൻ. അത് തന്നെയായിരിക്കണം കെൻഡൂടെ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്സിജൻ്റെ വിനിമയം നടക്കില്ലല്ലോ, ശരീരത്തിൽ ഓക്സിജൻ്റെ വിനിമയം നടക്കാതെ ആൾ മരിച്ചു പോകും. റിലാക്സേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ്, രക്തക്കൊഴലുകൾ ആകെ തളർന്നു പോകുന്നു. ബ്ലീഡിങ് ഫ്രം ഓൾ ദ ഓറിഫിസ് ഓഫ് ദ ബോഡി, ശരീരത്തിലെ എല്ലാ രന്ധ്രങ്ങളിൽ നിന്നും എല്ലാ ദ്വാരങ്ങളിൽ നിന്നും രക്തം ഒലിക്കുന്നു. റാപ്പിഡ്ലി ഇൻക്രീസിങ് അൺകോൺഷ്യസ്നെസ്, വളരെ പെട്ടെന്ന് അബോധാവസ്ഥ വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നു. എങ്ങനെയാ? ലൈക്ക് വൺ ഇൻടോക്സിക്കേറ്റ് ആൻഡ് ഡിസോർഡർ ഇൻ അപ്പിയറൻസ്, ലഹരി പിടിച്ച് ഇങ്ങനെ മത്ത് പിടിച്ച് നടക്കുന്ന പോലെ ഒരവസ്ഥ. അങ്ങനെയാണ് ആ ഒരു അൺകോൺഷ്യസ്നെസ് വരുന്നത്, കുടിച്ച് അബോധാവസ്ഥയിലാകുന്ന പോലെ. എ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രൊസ്ട്രേഷൻ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് പാരലിറ്റിക് ഇൻ ക്യാരക്ടർ. അപ്പോൾ മാനസികമായും ശാരീരികമായിട്ടൊരു പ്രൊസ്ട്രേഷൻ, തളർന്ന് ചത്ത പോലെ കിടക്കും. നമ്മൾ ആഴ്സനിക്ക് നമ്മൾ കണ്ടതാണ്, തുടക്കത്തിൽ കണ്ടതാണ് പ്രൊസ്ട്രേറ്റഡ് കണ്ടീഷൻ. അത് ഒരു പാരലിറ്റിക് കണ്ടീഷൻ, ഒരു തളർച്ചയുടെ, ഒരു തളർവാദത്തിൻ്റെ സ്വഭാവമാണ് ഇതിലുള്ളത്. സ്കാർലറ്റ് ഫീവർ വെൻ ഇറ്റ് ബിക്കംസ് പ്യൂട്രിഡ്, സ്കാർലറ്റ് ഫീവർ വന്നിട്ട് ഒരു ഡീക്കേ വരുന്നൊരവസ്ഥ. ടൈഫോയിഡ് വെൻ ഇറ്റ് ബിക്കംസ് പ്യൂട്രിഡ്, ടൈഫോയിഡ് വന്നിട്ട് ഈ പറഞ്ഞൊരു ഡീക്കേ വരുന്ന അവസ്ഥ. ഡിഫ്തീരിയ വിത്ത് മച്ച് ബ്ലീഡിങ് ആൻഡ് പ്യൂട്രിഡിറ്റി, ഡിഫ്തീരിയ വന്നിട്ട് വല്ലാതെ രക്തവാർച്ചയും ഇതേപോലുള്ളൊരു ഡീക്കേയും വരുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ക്രോട്ടാലസിൻ്റെ പ്രയോഗം നമുക്ക് കാണാം. ദ ബോഡി അപ്പിയേഴ്സ് മോട്ടിൽഡ്, ശരീരം മുഴുവൻ ഇങ്ങനെ പുള്ളിക്കുത്തുകളൊക്കെ ഒന്ന് വിവരണമാകുന്നു. ബ്ലൂ ഇന്റർമിംഗിൾഡ് വിത്ത് യെല്ലോ, നീല പുള്ളിക്കുത്തുകളാണ് വരുന്നത്, ഇടക്കിടക്ക് മഞ്ഞ വരും. ജോണ്ടീസ് കമോൺ വിത്ത് അസ്റ്റോണിഷിംഗ് ക്വിക്നെസ്, മഞ്ഞപ്പിത്തം, അത്ഭുതപ്പെടുന്ന വേഗത്തിൽ മഞ്ഞപ്പിത്തം വരുന്നു. ആൻഡ് ദ ഐസ് ബിക്കം യെല്ലോ, കണ്ണാകെ മഞ്ഞ നിറമാകുന്നു. ആൻഡ് ദ സ്കിൻ ബിക്കംസ് യെല്ലോ ആൻഡ് മോട്ടിൽഡ്, തൊലിയാകെ മഞ്ഞ നിറമാകുന്നു, പുള്ളിക്കുത്തുകൾ വരുന്നു. ബ്ലൂ ഇൻ സ്പോട്സ്, നീല പുള്ളികൾ വരുന്നു. ബ്ലാക്ക് ആൻഡ് ബ്ലൂ സ്പോട്സ് ആസ് ബ്ലൂയിസ്റ്റ്, ഈ തല്ലിച്ചതച്ച് ഒരു ബ്ലൂയിസ്റ്റ് കണ്ടീഷൻ ഉണ്ടാകുന്നവരെ കറുപ്പും നീലയുമായിട്ടുള്ള സ്പോട്സ് ഉണ്ടാകുന്നു. ഇന്റർമിംഗിൾഡ് വിത്ത് യെല്ലോ, അതിനിടക്ക് മഞ്ഞ സ്പോട്സും വരുന്നു. ആഫ്റ്റർ ഹെമറേജസ് ദ സ്കിൻ ബിക്കംസ് എക്സ്ട്രീംലി അനീമിക്, ഒരു രക്തവാർച്ചയുള്ള കേസിലാണെങ്കിൽ തൊലി ആകെ അനീമിക്കായിട്ട് ഒരു വിളറി, ഒരു ഗ്രഹണം പിടിച്ചൊരവസരമാകുന്നു. ഇറ്റ് ഈസ് യെല്ലോ പെയിൽ ബ്ലഡ്ലെസ്, വിളറി മഞ്ഞ നിറത്തിൽ രക്തരഹിതമായ രക്തമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ അവസ്ഥയിൽ. ദ ബോഡി ലുക്സ് ലൈക്ക് വാക്സ്, ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒരു മെഴുക് പ്രതിമ പോലെ തോന്നിക്കും. ഹെമറേജ് ഫ്രം ദ ഇയേഴ്സ്, ഐസ്, നോസ്, ലങ്സ്, ഫ്രം ദ മ്യൂക്കസ് മെംബ്രെയിൻസ് എവരിവെയർ, എല്ലായിടത്തും രക്തവാർച്ച. ഈ അണലിപ്പാമ്പൊക്കെ അടിച്ചാൽ വിടുന്നൊരു അവസ്ഥയാണത്. ചെവിയിൽ നിന്ന്, കണ്ണിൽ നിന്ന്, മൂക്കിൽ നിന്ന്, ശ്വാസകോശത്തിൽ നിന്ന്, ശ്ലേഷ്മ സ്ഥലങ്ങളിൽ നിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻസ് നിന്നും, എല്ലായിടത്തുമുള്ള മ്യൂക്കസ് മെംബ്രെയിൻസ് നിന്നും, ഫ്രം ദ ബവൽസ് നിന്നുണ്ട്, ഫ്രം ദ യൂട്രസ്, സകലയിടത്തു നിന്നും രക്തവാർച്ച. എ ഹെമറാജിക് കോൺസ്റ്റിറ്റ്യൂഷൻ, രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ക്രോട്ടാലസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഹെമറാജിക്കാണ്. ലാക്ടോസിസിനും ആ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രോട്ടാലസിസ് ഇൻഡിക്കേറ്റിംഗ് ഡിസീസ് ഓഫ് ദ വെരി ലോസ്റ്റ്, വളരെ മാരകമായതെന്ന് നമുക്ക് പറയാം.
വളരെ പതറ്റിക് ആയിട്ടൊരു അവസ്ഥ. അതാണ് ലോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദ മോസ്റ്റ് പ്യൂട്രിഡ് ടൈപ്പ്, വളരെ പെട്ടെന്ന് ഡീകമ്പോസും ഡീക്കേ ഉണ്ടാകുന്ന തരത്തിലുള്ളത്. കമ്മിങ് ഓൺ വിത്ത് അൺയൂഷ്വൽ റാപ്പിഡിറ്റി, അസാധാരണമായ വേഗത്തിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വളരെ മാരകം, ഡീക്കേ ഉണ്ടാകുന്നത്, ചീഞ്ഞ് അളിഞ്ഞു പോകുന്ന തരത്തിലുള്ള അവസ്ഥ, അൺയൂഷ്വൽ വളരെ വേഗത്തിൽ വരുന്ന 3 സ്വഭാവങ്ങളാണ് പറയുന്നത്. റീച്ചിങ് ദാറ്റ് പ്യൂട്രിഡ് സ്റ്റേറ്റ് ഇൻ ആൻ അൺയൂഷ്വലി ഷോർട്ട് ടൈം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അസാധാരണമാംവിധം ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു ഡീക്കേഡ് അവസ്ഥ ഉണ്ടാകുന്നു. ബിനംഡ്, ആകെ നമ്പായി പോയ അവസ്ഥ, മരവിച്ചു പോയ അവസ്ഥ. പ്യൂട്ടിഡ്, ഡീക്കേഡ് ആയിട്ടുള്ള അവസ്ഥ. സെമി കോൺഷ്യസ് സ്റ്റേജ്, അർദ്ധബോധാവസ്ഥയുള്ള അവസ്ഥ, മദ്യപിച്ച് ലഹരി പിടിച്ച് അർദ്ധബോധാവസ്ഥയുള്ള അവസ്ഥ. ദർ ഇസ് എ ഫീലിംഗ് ആസ് ഇഫ് ഡെത്ത് വെർ കമ്മിങ് ഓവർ ഹിം, അയാളുടെ മേൽ, ആ രോഗിയുടെ മേൽ ആ മരണം വരുവാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. കണ്ടു നിൽക്കുന്ന ചില പറയില്ലേ, ആ രോഗി മരിക്കാൻ പോകുന്നു, അങ്ങനത്തെ അവസ്ഥ. ആസ് ദ ബ്ലഡ് ഊസസ് ഔട്ട് ഇറ്റ് ബിക്കംസ് ബ്ലാക്ക്, ഈ രക്തം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ അത് കറുത്ത നിറമായിട്ട് മാറും. അത് നമ്മൾ ലാക്സിസിലും കണ്ടതാണ്, ക്രോട്ടാലിസിലും അങ്ങനെയുണ്ട്. ഇറ്റ് ഈസ് സംടൈംസ് ഫ്ലൂയിഡ്. അപ്പോൾ ചിലപ്പോൾ ഇത് വളരെ ഫ്ലൂയിഡ് ആയിരിക്കും, പുറത്തേക്ക് വരുന്ന രക്തം കട്ട പിടിക്കാതെ, ചിലപ്പോൾ അത് വെറുതെ ലൂസായ ദ്രാവകം പോലെ പോവും, അല്ലെങ്കിൽ കട്ട പിടിക്കും, കറുപ്പ് നിറമാറ്റം ഉണ്ടാവുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട മരണത്തെ മുന്നിൽ കാണുന്ന സാഹചര്യങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന ഔഷധങ്ങളൊന്നാണ് ക്രോട്ടാലസ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതേപോലെ വളരെ വിലപ്പെട്ട ഒരുപാട് അറിവുകൾ ക്രോട്ടാലസിനെ കുറിച്ച് കേട്ട് തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.